ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം നമ്മുടെ പെൺപട അങ്ങനെ ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നവി മുംബൈയിൽ ഡിവൈ പാട്ടീൽ നടന്ന കളി നേരിട്ട് കാണാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ODI മാച്ച് ലൈവായിട്ട് കാണുന്നത്. ഇതിനു മുന്നേ ഒരു T20 മാച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഇന്ത്യ ഓസ്ട്രേലിയയും തമ്മിൽ ഡിവൈ പാട്ടീൽ നടന്നത്. അതിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നു 9 വിക്കറ്റിൽ. പക്ഷേ ഒരു ODI മാച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കളിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവരെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായിരിക്കും നഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ 1 ഡൗണിൽ അവർ മികച്ചൊരു കളിയാണ് കളിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ റേറ്റ് ഏകദേശം 7-8 രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയിരുന്നു. അതിൽ സെഞ്ചുറി അടിച്ച് ഓപ്പണത് പുള്ളിക്കാരി ഒരു റിവേഴ്സ് 6 അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ദീപ്തി ശർമ്മേന ഇപ്പോൾ ഒരു ഷോട്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളെ ഓസ്ട്രേലിയൻ്റെ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ ബാറ്റിംഗ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പണർ മാറി പരിക്ക് കാരണം. പിന്നെ ഷഫാലി വന്നു. ഷഫാലി കുറച്ചായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട്. പക്ഷേ അടുത്തൊരു 2 ബൗണ്ടറി അടിച്ചു. ഷഫാലി ഒന്ന് ഇതായി വരുമ്പോൾ ഷഫാലി ഔട്ടായി. അതുപോലെ തന്നെ മന്ദാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മന്ദാനയും കാര്യമായിട്ട് തിളങ്ങാൻ പറ്റിയില്ല. പക്ഷേ 2 വിക്കറ്റ് പോയതിന് ശേഷം നമ്മളെ ക്യാപ്റ്റനും ജമീനയും കൂടി കളിച്ചൊരു ഇന്നിങ്സ് ഉണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ്. ആവശ്യമുള്ള സമയത്ത് സിംഗിളും പിന്നെ ബൗണ്ടറിയും എടുത്ത് ബോൾ അധികം ഡോട്ട് ചെയ്യാണ്ട് തന്നെ അവർ മുന്നേറി റൺ റേറ്റ് ഏകദേശം ഈക്വലായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ 50 അടിച്ചതിന് ശേഷം നമ്മുടെ ക്യാപ്റ്റൻ കുറച്ച് അഗ്രസീവായിരുന്നു. നല്ല 2 6 ഉണ്ടായിരുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ ഔട്ടായ ആ ക്യാച്ചും സൂപ്പർ ക്യാച്ചായിരുന്നു. അതിനുശേഷം ദീപ്തി ശർമ്മ വന്നിട്ട് അത്യാവശ്യം കളിച്ച് ഇതാകുമ്പോൾ പറഞ്ഞാൽ ഒരു അനാവശ്യ റൺ ഔട്ടായിരുന്നു അത്. പിന്നെ അതിനുശേഷം നമ്മുടെ വിക്കറ്റ് കീപ്പർ വന്നു റിച്ച ഘോഷ്. പുള്ളിക്കാരി 2 നല്ല 6 ഉണ്ടായിരുന്നു. പുള്ളിയുടെ നല്ല പവർ സാധനം. പുള്ളിക്കാരിയാണ് കളി അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് ഈസിയാക്കി തന്നതെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഒരു സൈഡ് ജമീന ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു പാറ പോലെ. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അത് നേരിട്ട് കാണാൻ പറ്റിയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നത്. പുള്ളിക്കാരി ആവശ്യമുള്ള സമയത്ത് ബൗണ്ടറിയും സിംഗിൾ എടുത്ത് ബോൾ അധികം ഡോട്ട് ചെയ്യാണ്ട് തന്നെ പുള്ളിക്കാരി മുന്നോട്ട് ഉണ്ടായത്. ഒരു സൈഡ് പാറ ഉറച്ച പോലെ തന്നെ ഉണ്ടായത്. പിന്നെ പുള്ളിക്കാരൻ്റെ 2 ക്യാച്ച് ഓസ്ട്രേലിയ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറും പിന്നെ ഒരു ബൗളറാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. 2 ക്യാച്ച് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ക്യാച്ച് ചിലപ്പെടുത്തുന്ന കളി ചിലപ്പം തിരിയുമായിരുന്നു. എന്നാലും ജമീനാട വേണ്ട സമയത്ത് വേണ്ട ഇന്നിങ്സ് തന്നെ കാണിച്ചു വെച്ചു. ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോയാലും ജമീനാട ഉറച്ചു വന്നിട്ട് വിജയിപ്പിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ സെഞ്ചുറി അടിച്ച സമയത്തും അവർ ഒരാഹ്ലാദം ഉണ്ടായില്ല. ഞാനടക്കം ഗാലറിയിൽ ഇരുന്ന് വെച്ചിട്ട് എന്താ ഇങ്ങനെ. പക്ഷേ പുള്ളിക്കാരിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടായിരുന്നു മനസ്സിലായത്. അതുപോലെയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട നമ്മളെ നവി മുംബൈയിലുണ്ടായ കാണികളിനെയാണ്. ഞാൻ ഇത്രയും ആളെടുത്തൊരു കളി ഇത്രയും ആവേശത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അന്ന് T20 പോയാൽ ഇത്ര ആവേശമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നത്. പിന്നെ അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ അലയോടി ഇപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മളെ പെൺപട ഫൈനലിൽ സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് നവി മുംബൈയിൽ ആ കപ്പങ്ങ് അകർത്തട്ടെ. പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. ഈ ഒരു മാച്ച് കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. കളി നടക്കുമോ എന്തായാലും. പിന്നെ ഒറ്റക്കാന്ന് പോയത്. പക്ഷേ സ്റ്റേഡിയത്തിൽ സമയത്ത് ഒറ്റക്കാന്നില്ലൊരു ഇതേ ഉണ്ടായില്ല. കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അടുത്തിരുന്ന് കളി കാണുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളീനെക്കുറിച്ച് വിലയിരുത്തലും അതും നമ്മുടെ വുമൺസിന് ഇത്രയും ഇത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. പിന്നെ അതിൽ ഓസ്ട്രേലിയൻ്റെ ഫീൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കുറേ നല്ല ബൗണ്ടറി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഇത് കുറച്ചും കൂടി ഭംഗി മനസ്സിലാവുന്നത്. ശരിക്കും നല്ല ഇതുണ്ടായിരുന്നു ബൗണ്ടറി. പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ബോളിങ് കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ അവസാന സമയത്ത് നമ്മുടെ സ്പിന്നർ ചർമിയ പേര് കറക്റ്റ് ഓർമ്മയില്ല. പുള്ളിക്കാരി നല്ലൊരു 4-5 ഓവർ പുള്ളിക്കാരി എറിഞ്ഞിട്ടുണ്ട് അവസാന സ്പെല്ലിൽ. അതാണ് കളീൻ്റെ കുറേ അവരെ റണ്ണ് കുറച്ച് കുറക്കാനുള്ള മെയിൻ കാരണം ഉണ്ടായത്. പിന്നെ എന്തായാലും അടുത്ത കളിയും വിജയിച്ചിട്ട് ആ കപ്പ് നമ്മൾ ഉയർത്തട്ടെ. അപ്പം ഇന്ത്യൻ പെൺപടക്ക് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ജമീനക്ക് ആ കളി എന്നും നമ്മളെ ഹൃദയത്തിലുണ്ടാവും ഉറപ്പായിട്ടും. അത് ലൈവ് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ കളി കാണാൻ പോയതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.